റാണി പരിഭവമൊന്നും വേണ്ട. ഏട്ടനും പാറും സന്തോഷമായി ജീവിക്കുന്ന കണ്ടില്ലേ? അപ്പൊ നമ്മള് സന്തോഷിക്കല്ലേ വേണ്ടത്. അവരുടെ ശവം കാണാനുള്ള ഭാഗ്യം മുത്തശ്ശി നിനക്ക് ഉണ്ടാക്കിത്തരാം. ഇത് മുത്തശ്ശിയുടെ വാക്കാ. ഈ ഭൂമിയിൽ എനിക്ക് ആകെ വിശ്വാസം എന്റെ മുത്തശ്ശിയെ മാത്രം. അതും കൂടി ഇല്ലാതാക്കരുത് എന്റെ മുത്തശ്ശി. ലളിതാമ്മ വെറും വാക്ക് പറയില്ല. അവരുടെ ശവം കാണാൻ നീ കാത്തിരുന്നോ? കള്ളമാണ് ഗിരിയേട്ടനിപ്പോ എന്നോട് പറഞ്ഞത്. അയാള് ഏട്ടത്തിയമ്മയുടെ കാമുകനായിരുന്നല്ലേ? എല്ലാവരുടെ മുന്നേ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിക്കാൻ നിങ്ങൾ അഭിനയിക്കുകയാണോ? എവിടെ പോവാ? കട തുറക്കാൻ. കട തുറക്കാൻ കടയുടെ താക്കോല് വേണ്ടേ? വേണം. താക്കോലും എടുത്തില്ല, കൊട എടുത്തില്ല, ഹെൽമെറ്റും എടുത്തില്ല. മറന്നുപോയി. ഇപ്പൊ ബൈക്ക് എടുത്ത് പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഉടനെ തിരിച്ചു വരേണ്ടി വരത്തില്ലേ? ദാ താക്കോല്. എന്തു പറ്റി പതിവില്ലാത്തൊരു മറവി? ഓരോന്നൊക്കെ ചിന്തിച്ച്. എന്താ ഇപ്പൊ ഗിരിയേട്ടൻ അലട്ടുന്ന ചിന്ത? അങ്ങനെയൊന്നുമില്ല. കടയില് സാധനമൊന്നും എടുത്തില്ലല്ലോ. അത് ആലോചിക്കായിരുന്നു. അതെടുക്കണം. അതിനിത്ര ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല, അറിയാതെ ചിന്തിച്ചു പോയതായിരുന്നു. ശരി ശരി, വെക്ക്. ഇതൊന്നും വേണോ? ഓ വേണം, മര്യാദക്ക് വെച്ചോ. ആ പാറു, ഇന്നലെ അപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാവനെന്തോ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തത്യാവശ്യം? ഒന്നും പറഞ്ഞില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം അമ്മാവനെ കാണാം, എന്നിട്ട് കടയിലോട്ട് പോവാം. ഇപ്പൊ തൽക്കാലം പോണ്ട. വൈകിട്ട് കടയടച്ച് വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. അല്ല, അമ്മാവൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുമ്പോ ഇപ്പൊ തൽക്കാലം പോണ്ട. വൈകിട്ട് കടയടച്ച് വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. അല്ല, അമ്മാവൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുമ്പോ പോയില്ലെങ്കിൽ? അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അമ്മയോ അച്ഛനോ വീണ്ടും വിളിക്കും. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഗിരിയേട്ടനോട് ഞാനൊരു കാര്യം പറയാം. അച്ഛൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞത്? കാര്യം അറിഞ്ഞാലേ ഞാൻ പറഞ്ഞത് അനുസരിക്കുള്ളൂന്നുണ്ടോ? മര്യാദക്ക് പറഞ്ഞത് അനുസരിച്ചോണം, കേട്ടല്ലോ? ശരി, ഇത് ഇട്. പൊക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ശരി. അച്ഛൻ എന്തിനായിരിക്കും അത്യാവശ്യമായിട്ട് ഗിരിയേട്ടനെ കാണണമെന്ന് പറഞ്ഞത്?
റാണി ചായ. ആ ദാ വരുന്നു. നിജി ഏട്ടത്തിയമ്മ, ഏട്ടൻ എവിടെ? ഏട്ടൻ കടയിലേക്ക് പോയല്ലോ. പോയോ? സാധാരണ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. പാറു വന്ന ശേഷം ഗിരിയേട്ടൻ ആളാകെ മാറിപ്പോയി. ആ, യാത്ര പോലും പറയാതെ കടയിലേക്ക് പോയി തുടങ്ങി. അല്ലെങ്കിൽ കടയിലേക്ക് ഇറങ്ങുമ്പോ മോളെ മക്കളെ ഏട്ടൻ പോയിട്ട് വരട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടനെ വിളിക്കണേ, സൂക്ഷിച്ച് സ്കൂളിൽ പോണേ, റാണി ദേ ഈ വീടൊന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോന്ന ആളാ ഇപ്പൊ. വേണ്ട വേണ്ട, കളിയാക്കൊന്നും വേണ്ട. ഗിരിയേട്ടൻ അത്രയ്ക്ക് മാറിയിട്ടൊന്നുമില്ല. ഇന്നെന്ത് തിരക്കിട്ട് പോയതാ? ഈ റാണി ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി എന്താ ചിന്തിച്ചിരിക്കുന്നേ? എന്തു പറ്റി റാണി? ഏട്ടൻ ചായ കുടിക്കാതെ പോയതിന്റെ പരിഭവമാണോ? റാണി, പരിഭവമൊന്നും വേണ്ട. ഏട്ടനും പാറും സന്തോഷമായി ജീവിക്കുന്ന കണ്ടില്ലേ? അപ്പൊ നമ്മള് സന്തോഷിക്കല്ലേ വേണ്ടത്? ആ, അതോ ഉടനെ തന്നെ എന്റെ പേരിൽ മാറ്റിയെടുക്കും, അതിനുള്ള നീക്കങ്ങൾ നടക്കുക. ആ എങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗിരിയുമായി കരാറുണ്ടാക്കേണ്ടി വരും. കരാറുണ്ടാക്കാനായി മന്ത്രിയുടെ ആൾക്കാർ ഗിരിയെ പോയി കണ്ടാൽ എല്ലാ തട്ടിപ്പുകളും വെളിച്ചത്തിലാവും. ഗിരിക്കും അവന്റെ അനീതിമാർക്കും അവകാശപ്പെട്ട സ്വത്തുക്കളാണ് ഞാൻ വെച്ച് അനുഭവിക്കുന്നതെന്ന് ഗിരി തിരിച്ചറിയും. പത്മനാഭന്റെ പൊയ്മുഖം പൊഴിഞ്ഞു വീഴും. ഇതുവരെ താണു വണങ്ങി നിന്നിരുന്ന ഗിരി എന്നെ കള്ളനെന്ന് വിളിക്കും. നാട്ടുകാരുടെ മുന്നിലും പടനിലത്ത് പത്മനാഭൻ പെരുങ്കള്ളനായി മാറും.